അജ്മൽ കസബിനെയും അഫ്സൽ ഗുരുവിനെയും തൂക്കിലേറ്റിയതിന്റെ പ്രതികാരമെന്ന നിലയിലാകാം ഭീകര സംഘടനകൾ ഹൈദരാബാദിൽ സ്ഫോടനം നടത്തിയതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ പറയുമ്പോഴും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘങ്ങൾ. ദേശീയ അന്വേഷണ ഏജൻസിയും ആന്ധ്ര പോലീസിന്റെ 6 സംഘങ്ങളും പ്രത്യേക അന്വേഷണം നടത്തിയിട്ടും കുറ്റക്കാർ ആരാണെന്ന കാര്യത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടില്ല. സ്ഫോടന സ്ഥലത്തിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ആധാരമാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചടിയായി. മെച്ചപ്പെട്ട സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മാത്രമേ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തതയുള്ളതാക്കി തീർക്കാൻ കഴിയൂവെന്നാണ് പോലീസ് നിഗമനം. ഇന്ത്യൻ മുജാഹിദീൻ നേതാവ് യാസിൻ ഭട്കലാണ് സ്ഫോടനത്തിന് പിന്നിലെ പ്രധാനിയെന്നാണ് പോലീസിന്റെ സംശയം. 2007 മെക്ക മസ്ജിദ് സ്ഫോടന കേസ് പ്രതി ഉൾപ്പെടെ 3 പേരെ ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണത്തിന് സഹായമാകുന്ന വിവരങ്ങൾ ലഭിച്ചില്ല. ഇതിനിടെ BJP സംസ്ഥാന അധ്യക്ഷന് ലഭിച്ച ഭീഷണിക്കത്ത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ പേരിലെത്തിയ കത്ത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാകാമെന്നും പോലീസ് സംശയിക്കുന്നു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൃത്യമായ മുന്നറിയിപ്പുണ്ടായിട്ടും സ്ഫോടനം തടയാൻ കഴിയാത്തതിന്റെ പഴി കേൾക്കുന്ന സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രതികളെ പിടികൂടാൻ വൈകുന്നത് കൂടുതൽ തിരിച്ചടിയാവുകയാണ്. രാജേഷ് കോയിക്കൽ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.